യുദ്ധ പശ്ചാത്തലത്തിൽ കൊല്ലം തുറമുഖത്ത് ഓഫ് ഷോർ സപ്ലൈ വെസൽ അടുപ്പിച്ചു. ഹോങ്കോങ്ങിൽ നിന്ന് സൗദി അറേബ്യയിലേക്ക് പോയ വെസലാണ് കൊല്ലം പോർട്ടിൽ നങ്കൂരമിട്ടത്. സെന്റ് കിറ്റ്സിൽ രജിസ്റ്റർ ചെയ്ത വെസലിൽ 12 ജീവനക്കാരുണ്ട്. എം മനോജ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് പോവുകയാണ്. പശ്ചിമേഷ്യയിൽ യുദ്ധ സാഹചര്യം തുടരുന്നതിലാണ് കൊല്ലം പോർട്ടിലേക്ക് ഒരു ഓഫ് ഷോർ സപ്ലൈ വെസൽ എത്തിയിരിക്കുന്നത്. ഇവിടേക്ക് അടുപ്പിക്കുവാൻ ഒരു ഷെൽട്ടർ ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് രേഖകളെല്ലാം പരിശോധിച്ച് പൂർത്തിയാക്കിയാണ് ഈ വെസലിന് ഇവിടെ നങ്കൂരമിടാനുള്ള ഒരു അനുമതി നൽകിയിട്ടുള്ളത്. ഹോങ്കോങ്ങിൽ നിന്ന് സൗദി അറേബ്യയിലേക്ക് പോയ വെസലാണ്. സൗദി ബേസ്ഡ് കമ്പനിയുടെ തന്നെ ഉടമസ്ഥതയിലുള്ള ഈ വെസലാണ് ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇതിൽ 12 ജീവനക്കാരുണ്ട്. ഫിലിപ്പീൻസ്, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ജീവനക്കാരാണ്. അവരൊക്കെ തന്നെ ഈ വെസലിനുള്ളിലുണ്ട്. അവർക്കൊന്നും പുറത്തേക്ക് ഇറങ്ങുവാനുള്ള ഒരു അനുമതി നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ഇവർക്കുള്ള ഭക്ഷണമടക്കം ഇവിടെ നൽകും. എന്തായാലും ഈ ഉൾക്കടലിലേക്ക് കപ്പലുകൾക്കും അതോടൊപ്പം തന്നെ ഈ എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടുകളും നൽകാൻ പ്രാപ്തിയുള്ള വെസലാണ്. അതിനുവേണ്ട സംവിധാനമടക്കം, അതായത് ഫുഡ് സപ്ലൈ അടക്കം ഇതിൽ ഉണ്ട്. അതോടൊപ്പം ഇതിനാവശ്യമായ ടെക്നിക്കൽ സപ്പോർട്ട് അടക്കം നൽകുവാനുള്ള സംവിധാനങ്ങളോട് കൂടിയാണ്. കന്നി യാത്രയായിരുന്നു. അതായത് ചൈനയിൽ നിന്നും നിർമ്മാണം പൂർത്തിയാക്കി കന്നി യാത്ര നടത്തുകയായിരുന്നു. ഇതിനിടയിലാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം ലഭിക്കുന്നത്. കാരണം യുദ്ധം തുടരുന്നതിനാൽ, അതായത് ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഉൾക്കടലിലൂടെയുള്ള സഞ്ചാരം അത് വളരെയധികം ഭീഷണിയുള്ളതാണ്. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകുകയും തുടർന്ന് ഇങ്ങോട്ടേക്ക് അനുമതി ചോദിക്കുകയുമായിരുന്നു. എന്തായാലും കൊല്ലം പോർട്ടിലെ അധികൃതർ ഈ രേഖകളൊക്കെ പരിശോധിച്ചാണ് പിന്നീട് അനുമതിയൊക്കെ നൽകുന്നത്. ഏതായാലും അനുമതിയോടുകൂടി തന്നെ ഈ വെസൽ തുടരുകയാണ്. ഇനി എത്ര നാൾ ഇവിടെ തുടരുമെന്നതിനെ പറ്റി കൃത്യമായൊരു കണക്ക് പറയാൻ സാധിക്കില്ല. കാരണം യുദ്ധം അങ്ങനെ തുടരുകയാണ്. ഈ സാഹചര്യം തന്നെയാണ് ഇവിടേക്ക് നമുക്ക് കാണാൻ സാധിക്കും. അതിലെ ജീവനക്കാരൊക്കെ അങ്ങനെ ഇരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവരങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും ഇവർക്ക് പുറത്തിറങ്ങുവാനുള്ള അനുമതി നൽകുമോ എന്നത് കൂടെ പരിശോധിക്കണം. അതിനുവേണ്ട അനുമതി തേടിക്കൊണ്ട് ഇവർ അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്. അവരുടേതായിട്ടുള്ള ഉടമസ്ഥതയിലുള്ള ഈ സൗദിയിൽ നിന്നുമുള്ള മറ്റ് അഭ്യർത്ഥനകളൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും അതൊക്കെ പരിശോധിച്ച ശേഷം മാത്രമേ ഇവിടെ അതിനുവേണ്ട അനുമതി നൽകുകയുള്ളൂ. ഈ എമിഗ്രേഷൻ്റെയും കസ്റ്റംസിൻ്റെയും ഒക്കെ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. അവരൊക്കെ പരിശോധന നടത്തിയ ശേഷം ആണ് ഇവിടെ ഇപ്പോൾ നങ്കൂരമിടുവാനുള്ള ഒരു അനുമതി നൽകിയിട്ടുള്ളത്. എന്തായാലും ഇങ്ങനെ യുദ്ധം തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ കൂടെയാണ് ഇപ്പോൾ കൊല്ലം പോർട്ടിലേക്കും ഇത്തരത്തിലൊരു വെസൽ എത്തിച്ചിരിക്കുന്നത്. എത്ര നാൾ ഉണ്ടാകുമെന്നതിനെക്കുറിച്ച് ഇനി ഒരു ധാരണ ആയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അവരൊക്കെ തന്നെ പല രാജ്യങ്ങളിൽ നിന്നായി എത്തിയിട്ടുള്ള ജീവനക്കാരാണ്. കന്നി യാത്ര തന്നെ മുടങ്ങിയ ഒരു സാഹചര്യമാണ് ഈ വെസലിൻ്റേത്. ബിജു പരൂരിനൊപ്പം എം മനോജ്, ജനം, കൊല്ലം.